ഓഹായോ ഗോസൈമാസ് കൊന്നിച്ചോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അടുത്ത ദിവസം സൺറൈസും ഈ റൂമിൽ നിന്ന് തന്നെ കാണാൻ പറ്റി. കണ്ട അവിടെ നിന്ന് അറ്റത്തുനിന്ന് ആ മലയുടെ പിന്നീന്ന് ഇങ്ങനെ സൂര്യൻ പൊന്തി വരികയാണ്. അങ്ങനെ ആ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി, സൂര്യോദയം കൂടി കാണാൻ പറ്റി ഇതേ റൂമിൽ നിന്ന് തന്നെ. സൺറൈസ് കാണാൻ വേണ്ടി വിളിച്ച് ഏൽപ്പിച്ചതാട്ടാ. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് മല കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ആ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കണം. കൂടുതൽ കളറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാന്ന് വിചാരിക്കണേ. അങ്ങനെ നേരം നന്നായി വെളുത്തു. നേരം വെളുത്തു വരുമ്പോൾ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാവരും ഏറ്റവും പല്ലൊക്കെ തേച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. താഴെ ബ്രേക്ക്ഫാസ്റ്റ് വൈക്കിംഗ് ആണ്. വൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ബഫേ മോഡൽ. നേരം വെളുത്ത് വരുമ്പോഴും റൂമിൽ നിന്നുള്ള കാഴ്ച ഭയങ്കര രസമാണ്. ഇവരൊക്കെ പല്ല് തേച്ച് റെഡി ആയിരിക്കുന്നുണ്ട് പോവാനായിട്ട്. ഈ തത്താമി റൂമിൽ നിന്നും നല്ല ക്ലിയർ ആയിട്ട് അവിടുത്തെ മലയും അതിന്റെ താഴെയുള്ള കളറും ഒക്കെ കാണാം. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ നൈറ്റ് ഡ്രസ്. ഇത് ഇവിടെ പല കളറിൽ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു യൂത്താക്ക എന്ന് പറഞ്ഞാൽ കിമോണോ പോലത്തെ ആണുങ്ങളുടെ ഡ്രസ്സാന്ന് തോന്നുന്നു. ആ ഒരു ഡ്രസ്സിന്റെ സ്റ്റൈലിലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ കേട്ടോ. അങ്ങനെ നമ്മളെ ഹോട്ടൽ വിട്ടു അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ 1-2 സ്പോട്ടുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമാദോമേനോ താക്കി. കൊമാദോമേ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫാൾ ഉണ്ട്. ഹോട്ടലിന്റെ അടുത്തുനിന്ന് ഒരു 8 കിലോമീറ്ററാണ് അവർ പറഞ്ഞത്. ആ വാട്ടർഫാള് ഭയങ്കര അടിപൊളിയാണ്. അതിന്റെ സൈഡിലും കുറച്ച് കളറൊക്കെ ഉണ്ട്. കുറച്ച് പക്ഷെ ലേറ്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ അതിന്റെ സൈഡിലേക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അത്രയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഹോട്ടലിൽ നിന്ന് കിട്ടിയ അഡ്വൈസ്. എന്തായാലും നമ്മൾ പോയി നോക്കാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൗണ്ട് ജീൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കീ സൈറ്റ് ഉണ്ട്, സ്കീയിങ് സൈറ്റ്. അവിടെയും അവര് ഗൊണ്ടോല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ റോപ്പ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ നിന്ന് കളർ കാണുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന്റെ ടിക്കറ്റ്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വാട്ടർഫോൾ, അത് കഴിഞ്ഞിട്ട് ഗൊണ്ടോല. ഇതാണ് നമ്മുടെ പ്ലാൻ. പോകുന്ന വഴിയാണ്. ഇതിപ്പോൾ ട്രാഫിക് ഇന്നലത്തെ പോലെയല്ല, കുറച്ച് കൂടുതൽ കാണാനുണ്ട്. അങ്ങനെ നമ്മള് വാട്ടർഫോളിന്റെ അവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്തു. അപ്പുറത്താണ് വാട്ടർഫോള്. കാണാം എങ്ങനെയാണ് സംഭവം നോക്കണം. പടത്തിൽ കാണുന്നൊക്കെ പോലെ ഉണ്ടോ എന്നുള്ളതേ. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണേ. വണ്ടി പാർക്ക് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഏകദേശം നമ്മൾ ആ മലയുടെ ഓൾമോസ്റ്റ് മുകളിൽ എത്തിയിട്ടാ. ഇവിടെ കുറെ പേര് നടക്കുന്നുണ്ട്. ഇവിടെ പോയി നോക്കാം ഈ സ്റ്റാൻഡിൽ നിന്ന് എന്തെങ്കിലും വ്യൂ ഉണ്ടോ, കാണാൻ പറ്റുമോ എന്നുള്ളത്. അതായത് സൈഡിൽ കൊടുന്നൊന്നും ഇപ്പൊ കാണാനില്ലേ, കളറൊക്കെ ഉണ്ട്. ഇതാണ് വാട്ടർഫോൾ. നമ്മൾ കുറച്ച് ഉയരത്തിന്നാണ് നോക്കണേ. കാണാൻ നല്ല സ്റ്റൈലാണ്. വെള്ളത്തിന്റെ കളറൊക്കെ പച്ച കളറാണ്, നീല കളറൊക്കെയാണ്. പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയി പോയി തോന്നുന്നു. കളറൊക്കെ മാറി തുടങ്ങി, ഇലയൊക്കെ കൊഴിഞ്ഞു. ജയൽനോയും അമ്മയും നോക്കണ സ്ഥലത്ത് ഇതാണ് ജയൽനോയും അമ്മയും കണ്ടായിരുന്നു വ്യൂ. ഇത് ശരിക്കും വാട്ടർഫോളിന്റെ മോളിന്നാണ് കേട്ടോ വ്യൂ. സാധാരണ നമ്മൾ താഴത്തു നിന്ന് മുകളിലേക്കാണ് നോക്കാറ്. ഇതൊരു ഡിഫറെന്റ് വ്യൂ ആണ്. ഈ വാട്ടർഫോളിന്റെ സൈസും ഇതൊന്നുമല്ല കാര്യം. വാട്ടർഫോൾ വളരെ ചെറുതാന്ന് തോന്നുന്നു, വളരെ വീതിയും കുറവാണ്. പക്ഷെ അതിന്റെ സൈഡിൽ മൊത്തം കളർ ചേഞ്ചിന്റെ സമയത്ത് ഭയങ്കര ഭംഗിയാന്നുള്ളതാണ്. ആ വെള്ളത്തിനൊരു കളറുണ്ട്, ചെന്ന് വീഴുന്നതും കാണാൻ ഒരു രസമുണ്ട്. പിന്നെ വ്യൂ ഒരു ഡിഫറെന്റ് വ്യൂ ആണ്. താഴത്തുനിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് താഴത്തേക്കാണ് നമ്മൾ നോക്കണം. എന്തായാലും കൊള്ളാം, നല്ലൊരു വ്യൂ ആണ്. പക്ഷെ കുറച്ചും കൂടി മുമ്പ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ കിട്ടിയെന്ന് തോന്നാം. ഇവിടെ ക്യാമറയ്ക്ക് സൂമില്ല, അല്ലെങ്കിൽ സൂം ചെയ്ത് ചെന്ന് വീണ സ്ഥലം കൂടി ഒന്ന് സൂം ചെയ്ത് കാണിക്കായിരുന്നു.
അടുത്തേക്ക് എത്താൻ വല്ല വകുപ്പുണ്ടോന്നൊന്ന് നോക്കണം. താഴത്ത് ആ വീണ സ്ഥലത്ത് എത്താനോ അല്ലെങ്കിൽ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിന്റിലെത്താനോ. എങ്ങനെയുണ്ടമ്മ? ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഡ്രോൺ വെച്ച് നമ്മൾ ഇതേ വാട്ടർഫോളിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താണ്. അപ്പൊ താല്പര്യമുള്ളവർ തുടർന്ന് കാണാം. അപ്പൊ ഇങ്ങനെ ജപ്പാനിൽ നിന്നുള്ള സ്ഥലങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ, ലൈക്ക് ദ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വിത്ത് ലവ് ഫ്രം ജപ്പാൻ.